നമുക്ക് പൈസ ആൾക്കാരിൽ നിന്ന് വാങ്ങലല്ല നമ്മുടെ പരിപാടി, ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ എടുക്കലല്ല പരിപാടി. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവർ തന്നെ ചെയ്യുമ്പോൾ എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് അതിൻ്റെ പിന്നിലുണ്ട്, ഇതിലെന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണേക്കാളും ഇല്ലെങ്കിൽ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ റിസ്ക് ഫാക്ടേഴ്സ് പഠിക്കാൻ പറ്റും ഒരാൾക്ക്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇൻഫ്ലുവൻസിങ്ങിൽ പെട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ ഒന്നും ഒരു കാര്യമില്ല. ഒരു ട്രേഡിൽ ഞാൻ ഇത്ര ശതമാനം വരെ ലോസിൽ പോകാൻ പറ്റുന്നുള്ള മെൻ്റലി സൈക്കോളജി ഉണ്ടായിരിക്കണം, അല്ലാണ്ട് ഇമോഷൻസിന് അടിമപ്പെട്ട് പോകരുത്. ടേണിംഗ് പോയിന്റിൻ്റെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒത്തിരി പേരാണ് ട്രേഡിങ്ങിലും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിലൂടെ പണം നഷ്ടപ്പെട്ട ഒത്തിരി പേർ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരിക്കും ഇത്. ഇന്ത്യയിലെ ആദ്യത്തെ ഫിനാൻഷ്യൽ റിസ്ക് മാനേജ്മെൻറ്റ് അക്കാഡമി ആയിട്ടുള്ള സ്റ്റാറക്സിൻ്റെ ഫൗണ്ടറും ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റുമായിട്ടുള്ള അക്ഷയ് ആർനാഥാണ് ഇന്ന് ടേണിംഗ് പോയിന്റിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ഹായ് അക്ഷയ്, വെൽക്കം ടു ടേണിംഗ് പോയിന്റ്. താങ്ക് യു സോ മച്ച്. അക്ഷയുടെ സ്വദേശം എവിടെയാണ്? ചാലക്കുടിക്കാരനാണ്. ഓക്കെ. ഞാനിപ്പോൾ സെറ്റിൽഡ് ഉള്ളത് കൊച്ചിയിൽ സെറ്റിൽഡാണ്. പച്ചാളത്താണ് ഞാൻ സെറ്റിൽ ഉള്ളത്. അപ്പോൾ പഠിച്ചതും ജോലി ചെയ്തൊക്കെ? ഞാൻ ചാലക്കുടിയിൽ തന്നെയാണ് എൻ്റെ സ്കൂളിങ്. ചാലക്കുടി CKMNSS സ്കൂൾ, അവിടെയാണ് പഠിച്ചത് 10ാം ക്ലാസ് വരെ. അതിന് ശേഷം +1 +2 മാമ്പ്ര, UHSS മാമ്പ്ര. അതിനുശേഷം എൻ്റെ ഡിഗ്രിയും MBA ഒക്കെ എടുക്കുന്നത് ഡൽഹി അംബേദ്കർ യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ MBA വിത്ത് ടാക്സേഷനാണ് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം എന്തൊക്കെ ജോലികളാണ് ചെയ്തത്? ശരിക്കും ഞാൻ MBA വിത്ത് ടാക്സേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ടാക്സേഷൻ ഫീൽഡിൽ തന്നെയാണ്. ഒരു ടാക്സിങ് ഫേമിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആശയം ഉണ്ടാവുന്നതും അവിടെ നിന്ന് തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ടാക്സ് ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഫയലിങ്ങും കാര്യങ്ങളായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുടെ പോർട്ട്ഫോളിയോ, ഫിനാൻഷ്യൽ പോർട്ട്ഫോളിയോ നമ്മൾ കാണും. അപ്പം അങ്ങനെ കാണുമ്പോൾ മെയിൻലി നോട്ട് ചെയ്തൊരു കാര്യമാണ് ഈ ഫയലിങ്ങിന്, ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിൻ്റെ സമയത്ത് ഫയലിങ്ങിന് വരുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ ഇവർ പ്രോപ്പറായിട്ടുള്ളൊരു റിസ്ക് ഫാക്ടർ ഇതൊന്നും കീപ്പ് ചെയ്യാണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതുകൊണ്ട് ഇവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഫയൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫൈനായിട്ട് കിടക്കുന്നുണ്ടാവാം കുറേ കാര്യങ്ങൾ. ഇതൊക്കെ ചെറിയൊരു ശ്രദ്ധ അവർ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാമാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ പോർട്ട്ഫോളിയോ കൂടെ കണ്ടുവന്നിരുന്നു. അപ്പോൾ അന്നും എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് എന്തെങ്കിലും യുണീക്കായിട്ട് വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് നമുക്ക് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. അപ്പോൾ എനിക്ക് അന്നേ തുടങ്ങിയ ഒരു ആശയമാണ് ഈ പ്രോപ്പറായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ നോളേജ് ആൾക്കാർക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആവുന്നു. കാരണം എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ പറയാം. ഒരു പോർട്ട്ഫോളിയോ ഞാൻ കണ്ടതിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് പറയാം. ഒരു ടാക്സ് സേവ് ചെയ്യാമായിരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരാളുടെ പോർട്ട്ഫോളിയോയിൽ കിടക്കുന്നുണ്ടായി. പുള്ളിക്ക് അത് കഴിഞ്ഞ വർഷങ്ങളിൽ നഷ്ടത്തിലാണ് കിടന്നിരുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലാണ് പുള്ളിക്ക് നഷ്ടം ഉണ്ടായിരുന്നു. ആളത് ആ വർഷം ഫയൽ ചെയ്തില്ല. ഈ വർഷത്തിൽ പുള്ളി ലാഭം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പം കഴിഞ്ഞ വർഷം പുള്ളി അതിൽ ടാക്സ് ക്ലെയിമിംഗ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. കഴിഞ്ഞ വർഷത്തെ നഷ്ടത്തെ നമുക്ക് ക്ലെയിം ചെയ്തിടാമായിരുന്നു. ഇതിനെപ്പറ്റി പ്രോപ്പർ ഒരു നോളേജ് ഇല്ലാഞ്ഞതുകൊണ്ട് അദ്ദേഹം അത് ക്ലെയിം ചെയ്യാഞ്ഞതുകൊണ്ട് ഈ വർഷം ലാഭം കിട്ടിയതിൻ്റെ ടാക്സും കൂടി പുള്ളി അടയ്ക്കേണ്ടി വന്നു. ഇതൊരു ചെറിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ 100-ലധികം കേസസ് ഫണ്ട് സേവ് ചെയ്യുന്ന കാര്യങ്ങളിലും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അത് തോന്നിയപ്പോഴാണ് യുണീക്കായിട്ട് ആൾക്കാർ ഇത് പഠിപ്പിക്കുന്ന, ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്ന ഒരാൾ പഠിച്ചിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അഡ്വാൻസ് ലെവലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള ആശയത്തിൽ നിന്നാണ് അന്നേ തോന്നിയതാണ് ഒരു റിസ്ക് മാനേജ്മെൻറ്റ് അക്കാഡമി തുടങ്ങണം എന്നുള്ളത്. അതൊരു MNC കമ്പനി ആയിരുന്നോ? ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. ടാക്സ് പ്രാക്ടീസേഴ്സ് ആണ്. കോർപ്പറേറ്റ് ലെവലിൽ വർക്ക് ചെയ്ത് തരുന്ന ഒരു ടാക്സ് പ്രാക്ടീസിങ് കമ്പനിയാണ്. അപ്പോൾ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, നല്ല സാലറി കിട്ടുന്നു. അപ്പോൾ എന്തുകൊണ്ടിട്ടാണ് അവിടെ നിന്ന് മാറി ഒരു സ്വന്തമായിട്ടൊരു കമ്പനിയിലേക്ക് ആലോചിച്ചത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. ബ്ലഡിൽ ഓൾറെഡി ബിസിനസ്സാണ്. വീട്ടിലാരെങ്കിലും ഉണ്ടോ? ഫാദർ ബിസിനസ്സിലാണ്. ഓക്കെ. ഫാമിലി, റിലേറ്റീവ്സ് തുടങ്ങി എല്ലാവരും ഞങ്ങൾ ബിസിനസ് ഫാമിലി ആണ് ശരിക്കും. അങ്ങനെ MBA വിത്ത് ടാക്സേഷൻ എടുത്തത് നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇത് എടുക്കുന്നത്. നമുക്ക് എന്തെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ, യുണീക്കായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്ന് നമുക്ക് അന്നേ ഉണ്ട്. അപ്പോഴാണ് ഇതിനെപ്പറ്റി ഞാൻ ഈ പറഞ്ഞ പോർട്ട്ഫോളിയോസ് സ്റ്റഡി ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നിയത് അങ്ങനെയാണെങ്കിൽ ഫിനാൻഷ്യൽ റിസ്ക് മാനേജ്മെൻറ്റ് ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അത് യുണീക്കായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തപ്പോൾ, ഗൂഗിൾ ചെയ്തും അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് സ്റ്റഡി ചെയ്തപ്പോൾ പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ് പഠിപ്പിക്കുന്ന ഒരു സിലബസോ അല്ലെങ്കിൽ അങ്ങനത്തെ അക്കാഡമീസോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഒന്നുമില്ല. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇന്ത്യയിലെ ആദ്യത്തെ ഫിനാൻഷ്യൽ റിസ്ക് മാനേജ്മെൻറ്റ് അക്കാഡമി എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ഇത് എനിക്ക് തോന്നിയത്. അവിടെ കുറേ ചലഞ്ചിങ് ഫേസസ് ഉണ്ടായിരുന്നു. കാരണം എന്താണ് ഈ ഫിനാൻഷ്യൽ റിസ്ക് മാനേജ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് ആൾക്കാർ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം ആൾക്കാർക്ക് പുതിയൊരു ടേമാണ് കേൾക്കുന്നത്, ഫിനാൻഷ്യൽ റിസ്ക് മാനേജ്മെൻറ്റ് അക്കാഡമി. ഇതെന്താ പരിപാടി? ഇനി സ്വാഭാവികമായിട്ടും ഞാൻ ഓപ്പണായിട്ട് പറയാം, ആൾക്കാർക്ക് തോന്നും
എന്തെങ്കിലും തട്ടിപ്പ് പരിപാടിയാണോ, പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണോ എന്നാണ്. നമുക്ക് പൈസ ആൾക്കാരിൽ നിന്ന് വാങ്ങലല്ല നമ്മുടെ പരിപാടി, ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ എടുക്കലല്ല പരിപാടി. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവർ തന്നെ ചെയ്യുമ്പോൾ എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് അതിൻ്റെ പിന്നിലുണ്ട്, ഇതിലെന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണേക്കാളും, ഇല്ലെങ്കിൽ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ റിസ്ക് ഫാക്ടേഴ്സ് പഠിക്കാൻ പറ്റും ഒരാൾക്ക്. ഇത് പലർക്കും അറിയില്ല. ഇതൊക്കെ എനിക്കെങ്ങനെ അറിയാം. ഇപ്പോൾ ഒരു ഏത് ഡിഗ്രിയും കഴിഞ്ഞ ഒരാളായിക്കോട്ടെ, ഇപ്പോൾ എഞ്ചിനീയറിങ് ചെയ്യുന്ന ആളായിക്കോട്ടെ, ഒരു ഡോക്ടർ ആയിക്കോട്ടെ, ഇനി പോട്ടെ ഒരു ഹോട്ടലിൽ സപ്ലയറായിട്ട് നിൽക്കുന്ന ഒരു പയ്യനോ ആയിക്കോട്ടെ, ഇൻവെസ്റ്റ്മെൻറ്റ്സോ ട്രേഡിങ്ങോ പരിപാടികളിലേക്ക് വരുമ്പോൾ ഇവർക്കിത് സുഖമായിട്ട് പഠിക്കാൻ പറ്റും, പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും. അപ്പം ഞാനതൊരു സിലബസ് ആക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഒരാൾ അയാളുടെ ലൈഫിൽ എന്തൊരു കാര്യത്തിലേക്ക് കടക്കണേക്കാളും മുന്നേ എടുക്കേണ്ട കുറച്ച് ഫിനാൻഷ്യൽ റിസ്ക്കുകൾ ഇത് പഠിപ്പിക്കുന്ന അക്കാഡമിയാണ് നമ്മൾ. ഇപ്പോൾ നമ്മുടെ ഒരു ബിസിനസ് ഫാമിലിയാണ്. ഇപ്പോൾ അച്ഛൻ ബിസിനസ്സായി ചെയ്യുന്നത്. അപ്പോൾ മകൻ സ്വാഭാവികമായിട്ടും ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോകുന്നു. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ഒരു അഭിപ്രായം എന്തായിരുന്നു? അക്കാര്യത്തിൽ ഞാൻ എന്താ പറയുക, എനിക്ക് ഈസിലി പറയാൻ പറ്റും. എൻ്റെ ഫാമിലി സൈഡിൽ നിന്ന് ഒരു ബിസിനസ് ഫാമിലി ആയതുകൊണ്ട് തന്നെ ബിസിനസ് സംബന്ധമായ ഒരു കാര്യം പറഞ്ഞിട്ടാണല്ലോ നമ്മൾ വരുന്നത്. അതെ അതെ. അപ്പോൾ വീട്ടിൽ ഇതിനെപ്പറ്റി ടോക്കുകൾ പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവർക്കത് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. കാരണം എനിക്ക് ഒരു യുണീക്കായിട്ട് ചെയ്യണമെന്നുള്ളത് തോന്നിയത് എന്തുകൊണ്ടായിരിക്കും, എൻ്റെ DNA അതുള്ളത് കൊണ്ടല്ലേ. അപ്പോൾ അവർക്കത് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതിൻ്റെ സാധ്യതകളും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അക്കാര്യത്തിലൊന്നും ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇപ്പോൾ നമ്മൾ സ്റ്റാറക്സിനെ പറ്റി പറയുന്നതിനേക്കാളും മുന്നേ എനിക്ക് വേറെ 2 പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഞാൻ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെയുണ്ട്. വൈറ്റ് ഹൗസ് ഇവൻറ്റ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഫൗണ്ടറാണ്. അതേപോലെ ഡോക്ടർ സിമൻറ്റോ എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ ഫേം ഉണ്ട് നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനിയാണ്. എൻ്റെ 3ാമത്തെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് സ്റ്റാറക്സ്. ആക്ച്വലി നിലവിൽ ആ കമ്പനി റണ്ണിംഗ് ആണ്. ആ 2 കമ്പനിയും റണ്ണിംഗ് ആണ്. അപ്പോൾ സ്റ്റാറക്സിലൂടെ നമ്മൾ എന്തൊക്കെ സർവീസാണ് കൊടുക്കുന്നത്? 3 സർവീസസ് ആണ് മെയിനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ഫിനാൻഷ്യൽ കൺസൾട്ടിങ്. ഞാൻ കൺസൾട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരാൾ വന്നിരിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ എന്തായിരിക്കും ഫിനാൻഷ്യൽ കൺസൾട്ടിങ് എന്ന് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. ഒരു ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്യും, നമുക്കൊരു പനി വന്നു, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയി. ആ ഡോക്ടർ അയാളുടെ രോഗം കംപ്ലീറ്റ് കണ്ടുപിടിക്കുന്നു, അതിനുള്ള മരുന്ന് എഴുതി കൊടുക്കുന്നു, ഇത്ര ദിവസം ഇത്ര മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ അത് ശരിയാവും എന്ന് പറയുന്നു. ഇതേപോലെ തന്നെയാണ് ഫിനാൻഷ്യൽ മേഖലയിൽ വരുമ്പോൾ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ കൺസൾട്ടിങ്ങിന് വരുമ്പോൾ ഒരു കൺസൾട്ടേഷൻ സെക്ഷൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു 2.5-3 മണിക്കൂർ 4 മണിക്കൂർ വരെ പോകുന്നതൊക്കെയാണ് ഒരു സെഷൻ. അപ്പോൾ ആ ഒരു സെഷനിൽ ഇരുന്ന് കഴിയുമ്പോൾ ഞാൻ നോക്കുന്ന അയാളുടെ പ്രോബ്ലം എന്താണ് എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് നമ്മുടേതായ കുറേ ക്രൈറ്റീരിയകളുണ്ട്. അയാളുടെ വരവ് ചെലവ് കണ്ടുപിടിക്കാൻ, അയാൾക്ക് എവിടെയൊക്കെയാണ് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളത്. ആ രോഗം നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡോക്ടർ എഴുതുന്ന പോലെ അതിനുള്ള മരുന്ന് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ പലർക്കും പല മരുന്നായിരിക്കുമല്ലോ. ഇപ്പോൾ ഒരാളുടെ വരവും ചെലവും അല്ല വേറൊരാൾക്ക്. അപ്പോൾ അത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരാൾക്ക് പനിയായിരിക്കും ഡോക്ടറെ അടുത്ത് കാണുമ്പോൾ, ഒരാൾക്ക് ചുമയായിരിക്കും. എല്ലാത്തിനും ഒരേ മരുന്നല്ലല്ലോ ഇത്. ഇതിനുള്ള പ്രോപ്പർ മരുന്ന് നമ്മൾ എഴുതും. പിന്നെ ഇത് കഴിക്കേണ്ടത് എത്ര നാളാണ്, എങ്ങനെ പോയി കഴിഞ്ഞാലുള്ള ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകൾ നമ്മൾ കൊടുത്ത് അത് നമ്മളും ഫോളോ അപ്പ് ചെയ്തവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ ഇതിൽ മെയിൻ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഞാൻ കൺസൾട്ടിങ് എടുത്തു കഴിഞ്ഞുകൊണ്ട് ഒരു കൺസൾട്ടൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ഫിനാൻഷ്യൽ പ്രോബ്ലം ശരിയായി എന്ന് വിചാരിക്കുന്നതും തെറ്റിദ്ധാരണയാണ്. നേരത്തെ ഡോക്ടറുടെ എക്സാമ്പിൾ പറഞ്ഞ പോലെ രോഗം കണ്ടുപിടിക്കുക, മരുന്ന് എഴുതുക എന്നുള്ളതാണ് ഡോക്ടറുടെ ജോലി. മരുന്ന് കഴിക്കുക എന്നുള്ളത് രോഗിയുടെ ഉത്തരവാദിത്തം. മനസ്സിലായില്ലേ? അപ്പോൾ അതേപോലെ തന്നെയാണ് കൺസൾട്ടൻറ്റിൻ്റെ കാര്യം. അത് അവർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് ചെയ്യാമെന്നുള്ള രീതിയിലുള്ള കൺസൾട്ടേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. ഇനി 2ാമത്തെ സർവീസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. ഒരാളുടെ കയ്യിൽ ഇത്ര ലംസം ഓഫ് മണി ഉണ്ട്, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നറിയില്ല എന്നുള്ളൊരു കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഡൈവേഴ്സിഫൈ ചെയ്ത് എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ള സ്ട്രാറ്റജീസ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. നമ്മളവർ ചെയ്യുന്ന 5 പൈസ നോട്ട് എ സിംഗിൾ പെനി നമ്മൾ വാങ്ങില്ല. ഓക്കെ, നമ്മൾ മേടിക്കുന്നത് അത് വേറെ പരിപാടിയായി. അതിലേക്കൊന്നും നമ്മൾ അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളവരുടെ കയ്യിലിരിക്കുന്ന ലംസം മണീനെ എങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാന്നുള്ള സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്ത് കൊടുക്കും. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലവർക്കും പല രീതിയിലായിരിക്കും. ഇപ്പോൾ ഒരാളുടെ കയ്യിലിരിക്കുന്ന ലംസം മണി അത് ഏത് സോഴ്സിൽ കൂടെ ഉള്ള ഒരു ലംസം മണിയാണെന്ന് നമ്മൾ അളക്കും. കാരണം ചിലവരുടെ കയ്യിലിരിക്കുന്നത് ഇപ്പോൾ ഒരു 25 ലക്ഷം രൂപയാണെന്ന് എക്സാമ്പിൾ വിചാരിച്ചോളൂ. ഒരാളുടെ കയ്യിലിരിക്കുന്ന 25 ലക്ഷം രൂപ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി വഴി കൈമാറി വന്ന 25 ലക്ഷമായിരിക്കും. ആ പൈസ വെച്ച് ഞാൻ പ്ലാൻ ചെയ്യുന്ന പോലെ അല്ല ഒരാൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ള 25 ലക്ഷം വെച്ച് പ്ലാൻ ചെയ്യുമ്പോൾ. അതിനതിൻ്റേതായ പല മേഖലകളിലുള്ള കയ്യിലിരിക്കുന്ന പൈസയ്ക്ക് അതിൻ്റേതായ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. കോമൺലി നാട്ടിൽ കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ പലർക്കും നഷ്ടങ്ങൾ വരുന്നതും അവരുടെ കരിയറിൽ തന്നെ അത് ബാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് ആ പൈസേനെ എങ്ങനെ വന്ന പൈസയാണ്, എന്താണ്, എങ്ങനെയൊക്കെയാണ് ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി പ്രോപ്പർ നോളേജ് ഇല്ലാണ്ട് ചെയ്യുമ്പോൾ അവർക്ക്
നഷ്ടങ്ങൾ ഉണ്ടാവുകയും അത് അവരുടെ കരിയറിന് തന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, അപ്പോൾ ആ സ്ട്രാറ്റജീസ് നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. അതിന് നമ്മളൊരു സർവീസ് ചാർജാണ് വാങ്ങുന്നത്. പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ എഡ്യൂക്കേഷണൽ 100% ഫിനാൻഷ്യൽ ലിറ്ററസി വിത്ത് റിസ്ക് മാനേജ്മെൻറ്റ് അടങ്ങിയിട്ടുള്ള എഡ്യൂക്കേഷണൽ പർപ്പസ്. അതാണ് നമ്മളിപ്പോൾ കൊച്ചിയിൽ പുതിയതായിട്ട് സ്റ്റാറക്സ് അക്കാഡമി എന്നുള്ള പേരിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ തമ്മനം പുല്ലേപ്പടി റോട്ടിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അക്കാഡമി. കൊച്ചിയിൽ തന്നെ നമ്മളൊരു 1200 സ്ക്വയർ ഫീറ്റിൽ നമ്മുടെ എക്സ്പീരിയൻസ് സെൻറ്റർ വിത്ത് ട്രേഡിംഗ് ഫ്ലോറ്, പ്രൈവറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ കൺസൾട്ടിങ് റൂം. പലർക്കും ഉണ്ടാവും ഫിനാൻഷ്യൽ കാര്യങ്ങളായതുകൊണ്ട് പ്രൈവസി പലവരും ആഗ്രഹിക്കുന്നുണ്ടാവും പഠിക്കുന്ന കാര്യം. അപ്പോൾ അതിനുവേണ്ടി പ്രൈവറ്റായിട്ട് ഇരിക്കാനുള്ള ക്യാബിൻ, അവിടെ ഇരുന്ന് മെൻറ്ററും ആളും മാത്രമായിട്ടുള്ള സൈക്കോളജിക്കലി ഇമോഷണലായിട്ടുള്ള സെഷൻസുകൾ, അതേപോലെ ട്രേഡിങ് മേഖല. ഞാൻ മെയിനായിട്ട് കടന്നു വരാം. അക്കാഡമി കൊണ്ടുവരാനുള്ള മെയിൻ ഒരു കാരണം അതാണ്. നമ്മൾ ഈ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് അക്കാഡമി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഏത് മേഖലയിലുള്ളവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക എന്ന് ആലോചിച്ചു. നമുക്ക് മനസ്സിലായ ഏറ്റവും വലിയൊരു കാര്യമാണ് ട്രേഡിങ്. ഇൻവെസ്റ്റ്മെൻറ്റ്സിനേക്കാളും കൂടുതൽ ട്രേഡിംഗ് മേഖലയിലുള്ളവർക്ക് റിസ്ക് മാനേജ്മെൻറ്റ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലായിക്കോട്ടെ, ഫോറക്സ് മാർക്കറ്റ്, ക്രിപ്റ്റോ മാർക്കറ്റ്, ഏത് മാർക്കറ്റിലാണെങ്കിലും അതിൻ്റേതായ വലിയൊരു റിസ്ക് ഉണ്ട് അല്ലേ. പലവരും ട്രേഡിങ് ചെയ്യുന്നത് കറക്റ്റ് പറഞ്ഞാൽ 93% സ്റ്റാറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ 93% ആൾക്കാരും ട്രേഡിങ്ങിൽ നഷ്ടത്തിലാവുകയും 7% ആൾക്കാർ മാത്രം പ്രോഫിറ്റിൽ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ കണക്ക്. അതിനുള്ള കാരണം ഈ 93% ആൾക്കാരും പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒറ്റ കാരണം മാത്രമാണ്. എങ്ങനെയാണ് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ 100% ആൾക്കാർക്കും അറിയാം. എങ്ങനെയാണ് ബൈ ചെയ്യുക, എങ്ങനെയാണ് സെല്ല് ചെയ്യുക, എല്ലാവർക്കും അറിയാം. എപ്പോഴാണ് ഇത് കട്ട് ചെയ്യേണ്ടത്, അതിൻ്റെ ടൂൾസുകളൊക്കെ എല്ലാവർക്കും അറിയാം. ബട്ട് എന്തുകൊണ്ട് 7% ആൾക്കാർ മാത്രം സക്സസ്ഫുള്ളായിട്ട് നിൽക്കുന്നു? ആ 7% സക്സസ്ഫുള്ളായിട്ടുള്ള ആൾക്കാരും കീപ്പ് ചെയ്തിട്ടുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ: ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആൻഡ് പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത് ബാക്കി നിൽക്കുന്ന 93% ആൾക്കാരിലേക്ക് എത്തിച്ചാൽ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ലോകത്തുള്ള 93% വരെ നമുക്ക് ഉറപ്പാക്കാൻ പറ്റുന്നത്. പക്ഷെ ഒരു 1% ഓഫ് ആൾക്കാരെയെങ്കിലും ഒരു പ്രോഫിറ്റബിൾ ട്രേഡേഴ്സ് ആക്കി മാറ്റാൻ സാധിച്ചാൽ അവരും നമ്മുടെ കൂടെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ റെഡിയാണ്. അതൊരു എത്തുന്നവരെ നമ്മൾ ഈ പറഞ്ഞ ഒരു നമ്പറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ ടാർഗറ്റ്, ഞാൻ ഈ വലിയ കൗൺസുകളൊന്നും നമ്മളും പറയല്ല, പോസിബിൾ ആയിട്ടുള്ള കാര്യം. ഞാൻ പറഞ്ഞില്ലേ 93% ലോകത്തിൽ നഷ്ടമുള്ളവരിൽ 1% ആൾക്കാരെയെങ്കിലും ലാഭമുള്ള ട്രേഡേഴ്സാക്കി മാറ്റുക എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു ടാർഗറ്റ് വെച്ചിരിക്കുന്നതാണ്. സ്റ്റാറക്സ് നമ്മൾ ഓഫ്ലൈൻ കോഴ്സാണോ കൊടുക്കുന്നത്, ഓൺലൈനാണോ? രണ്ടും ഉണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ 2025 മെയ്യിൽ ഞങ്ങൾ ഓൺലൈൻ കോഴ്സാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഈ വരുന്ന കഴിഞ്ഞ ജാനുവരിയിൽ 2026 ജാനുവരി തൊട്ട് ഈ പറയുന്ന പോലെ നമ്മൾ ഈ പറഞ്ഞ തമ്മനം പുല്ലേപ്പടിയിൽ സ്റ്റാറക്സ് അക്കാഡമി എന്ന് പറഞ്ഞ് തുടങ്ങി ട്രേഡിംഗ് ഫ്ലോർ, എഡ്യൂക്കേഷണൽ സെൻറ്റർ അടക്കം ഓഫ്ലൈനും കൂടി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഡ്യൂറേഷൻ എങ്ങനെ വരുന്നത്? അത് ശരിക്കും നമ്മൾ 1 മന്തിൻ്റെ കോഴ്സ് ഉണ്ട്, 2 മന്ത് കോഴ്സ് ഉണ്ട്. ഇനി അതിൽ വേറൊരു സാധനമുണ്ട്. ഒരു ആൾ പുതിയതായിട്ട് പഠിക്കാൻ വരികയാണ്, പുതിയൊരു മേഖലയാണ് റിസ്ക് മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഫോറക്സ് ട്രേഡിങ്ങിലത്തെ റിസ്ക് മാനേജ്മെൻറ്റ്, സ്റ്റോക്ക് മാർക്കറ്റിലെ റിസ്ക് മാനേജ്മെൻറ്റ്, ഇതവർ പഠിക്കാൻ വരുമ്പോൾ ഇതെങ്ങനെയാണെന്ന് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. ആദ്യം ഒരു കോഴ്സ് ഫീ തന്ന് നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ ഒരു അക്കാഡമിയിൽ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി ഏത് കോഴ്സും പഠിക്കാൻ പോയി കോഴ്സ് ഫീ അങ്ങോട്ട് പേ ചെയ്യുന്നു, എന്നിട്ട് അവർ പഠിക്കുന്നു. ചിലപ്പോൾ 4-5 ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും ഇതെനിക്ക് പറ്റിയതല്ല. പക്ഷെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 5 ഡേ ഓഫ് ദ ക്ലാസ്, തിങ്കളാഴ്ച മുതൽ വെള്ളി വരെ നിങ്ങൾ ഞങ്ങളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കുക. പേയ്മെൻ്റ് ഇല്ല, കോഴ്സ് ഫീക്ക് പേയ്മെൻ്റ് ഇല്ല. നിങ്ങൾക്ക് പറ്റുന്ന പണിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി കണ്ടിന്യൂ ചെയ്ത് പോകുന്ന കോഴ്സിന് നിങ്ങൾ പേ ചെയ്തിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി. ആ ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. മെയിൻലി ഫോറക്സ് ട്രേഡിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ്, ക്രിപ്റ്റോ ട്രേഡിംഗ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആണ്. ക്രിപ്റ്റോ, ഫോറക്സ്, അതുപോലെ ഇന്ത്യൻ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഈ 3 വെച്ച് നോക്കണമെങ്കിൽ നമുക്ക് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എളുപ്പത്തിൽ പണം ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവരുടെയും ലക്ഷ്യം. എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഇതിൽ ഏത് മേഖലയിലാണ്? ഇപ്പോൾ റോൾസ് റോയ്സ്, ബെൻലി, ജാഗോർ, ഈ 3 കാറ് പോലെയാണ് ഈ ചോദിച്ചത്. ഓക്കെ, മനസ്സിലായ? കയറുന്നത് 3 വണ്ടി ലക്ഷറി വണ്ടിയാണ്. പോകുന്ന ദൂരം നമ്മൾ കണ്ടിരിക്കുന്ന ഡെസ്റ്റിനേഷനും സെയിമാണ്. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളിത് എങ്ങനെ ഓടിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് നമ്മളവിടെ എത്തും. എത്ര സ്പീഡിൽ ഓടിക്കുന്നോ അത്ര നേരത്തെ അവിടെ എത്തും. കൺട്രോൾ ചെയ്ത് പ്രോപ്പർലി ഓടിക്കുക എന്നുണ്ടെങ്കിൽ സേഫായിട്ട് അവിടെ എത്തും. അപ്പോൾ വണ്ടി അല്ലല്ലോ അവിടെ പ്രധാനം, നമ്മൾ എത്തുക, സേഫായിട്ട് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാം, സ്റ്റോക്ക് മാർക്കറ്റും ഫോറക്സ് മാർക്കറ്റും ക്രിപ്റ്റോ മാർക്കറ്റും അതിനൊക്കെ അതിൻ്റേതായ പ്രോപ്പർ റിസ്ക് ആണുള്ളത്. അല്ലാണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ശരിയല്ല, ഇല്ലെങ്കിൽ ഫോറക്സ് ചെയ്താൽ ശരിയല്ല, ക്രിപ്റ്റോ ശരിയല്ല, ഇന്നതാണ് ഇന്ന മാർക്കറ്റാണ് നല്ലത്.
എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കാരണം എല്ലാ മാർക്കറ്റിലും അതിൻ്റേതായ അപ്സ് ആൻഡ് ഡൗൺസുകൾ ഉണ്ട്, അതെ 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 ട്രെൻഡ്സുകളുണ്ട്. ട്രെൻഡ് മെയിൻലി ആ ട്രെൻഡ് ഓരോ ടൈം പീരീഡിലും ഓരോ ട്രെൻഡ്സുകളുണ്ട്. ആ ട്രെൻഡ് മനസ്സിലാക്കാൻ നമ്മൾ പഠിക്കണം. ഓക്കെ. അപ്പോൾ അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോഴത്തെ ട്രെൻഡി മൂവ്മെൻറ്റ്സുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. അതേസമയം നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ ഇപ്പോഴത്തെ ട്രെൻഡി മൂവ്മെൻറ്റ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലാഭം ഉണ്ടാക്കാം. ക്രിപ്റ്റോസെയും ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ബിറ്റ് കോയിൻ്റെ മൂവ്മെൻറ്റ്സ് എക്സാമ്പിൾ മാത്രമായിട്ട് പറയാം കേട്ടോ. ബിറ്റ് കോയിൻ്റെ മൂവ്മെൻറ്റ്സ് എന്തായിരുന്നു? അതെ അതെ വളരെ മൂവ്മെൻറ്റ്സിലായിരുന്നു. അതിപ്പോൾ ഒരു ഡൗൺഫോൾ സ്റ്റേജിൽ വന്ന് നിൽക്കുകയാണ്. ഡെഫിനറ്റ്ലി ബിറ്റ് കോയിൻ ഇനി കയറി വരും. 100%. ബട്ട് ആ ഒരു ഡൗൺഫോളിങ് മൂവ്മെൻറ്റ്, ബെയറിഷ് മൂവ്മെൻറ്റ് മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റിയിരുന്ന ഒരാൾ അവിടെ നിന്ന് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡൗൺഫോളിലും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോറക്സ് മാർക്കറ്റിൽ ഗോൾഡിൻ്റെ വാല്യൂ കയറിപ്പോയ സമയത്ത് ലാഭം ഉണ്ടാക്കിയവരുണ്ട്. അതേപോലെ തിരിച്ചിറങ്ങിയ മാർക്കറ്റിലും ലാഭം ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഈ ഇലക്ഷന് തൊട്ടു എക്സാമ്പിൾ ഈ മോദി സർക്കാരിൻ്റെ 3rd ടേമിന് മുന്നേ അറിയാലോ, ന്യൂസസ് വന്നു കഴിയുമ്പോൾ മോദി വീണ്ടും വന്നു കഴിയുമ്പോൾ അദാനി സ്റ്റോക്സുകൾ കയറുന്നു, ഇല്ലെങ്കിൽ ഇന്ന സ്റ്റോക്കുകൾക്ക് ഇടിവ് വരാൻ പോകുന്നു. ആ മാർക്കറ്റ് റീഡ് ചെയ്യാൻ പറ്റുകയും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതെ അതെ. അപ്പോൾ ട്രെൻഡ്സുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ മാർക്കറ്റും ഒരേപോലെയാണ്. ആ ട്രെൻഡ് റീഡിങ് എന്ന് പറയുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇതിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ എത്രമാത്രം റിസ്ക് എങ്ങനെ കീപ്പ് ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യേണ്ട റിസ്ക് കീപ്പിംഗ്. ഇനി എല്ലാ മാർക്കറ്റിനും അതിൻ്റെതായ ഫണ്ടമെൻ്റൽസ് ഉണ്ട്, ജേണൽ സ്റ്റഡിങ് ഉണ്ട്, അതേപോലെ ടെക്നിക്കൽ അനലൈസിങ് ഉണ്ട്. ചിലവരൊക്കെ ട്രേഡ് ചെയ്യാൻ വരുന്നവർ, പല സ്റ്റുഡൻസും നമ്മുടെ അടുത്ത് ക്ലിയർ ആയിട്ട് പോയിട്ടുള്ളവരൊക്കെ ആദ്യം വരുമ്പോൾ അവരുടെ അടുത്ത് ഞാൻ ചോദിക്കുക, നിങ്ങളെങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് ആദ്യം കാണിക്കാൻ പറയും. അപ്പോൾ ഇവർ വരും, ചാർട്ട് ഓപ്പൺ ചെയ്യും, മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ ബൈ ഇട്ട് പോകും, എനിക്ക് താഴത്തേക്കായിട്ട്. അതിനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ദാറ്റ് ഇസ് എ ഗാംബ്ലിങ്. അതെ അതെ, ഗാംബ്ലിങ്ങാണ്. അതല്ല ശരിക്കും ഏത് മേഖലയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സോ ട്രേഡിംഗ് ആയാലും മനസ്സിലാക്കണം, റീഡ് ചെയ്യാൻ പഠിക്കണം, മാർക്കറ്റ് കണ്ടീഷൻസ് റീഡ് ചെയ്യാൻ പഠിക്കണം. ഇതൊക്കെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എങ്ങനെ റീഡ് ചെയ്യണം, ഫണ്ടമെൻ്റൽസ് എങ്ങനെ പഠിക്കണം, ജേണൽസ് എങ്ങനെ കീപ്പ് ചെയ്യണം, തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ. ഇപ്പോൾ ആസ് എ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് നേരത്തെ പറഞ്ഞു നമ്മൾ 93% ആൾക്കാരും നഷ്ടത്തിലാണ് പോകുന്നത്. ഇപ്പോൾ ഇതിൽ വേറൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒത്തിരി സ്കാം നടന്നിട്ടാണ് ഈ 93% ആൾക്കാരും അതിൽ ഒരു ചെറിയൊരു പോർഷനെങ്കിലും നഷ്ടത്തിലേക്ക് വരുന്നത്. ഈ സ്കാമിനെ എങ്ങനെ നോക്കി കാണുന്നത്? ഞാൻ എന്തുകൊണ്ടായിരിക്കും ഒരു സ്കാമിൽ പെടുക? അപ്പോൾ നാളെ ഞാനൊരു 10 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു പരസ്യമോ ആഡോ, സോഷ്യൽ മീഡിയ, മെയിൻ സാധനം സോഷ്യൽ മീഡിയ. അതെ അതെ. ഇപ്പോൾ ഒരു കണക്ക് ഞങ്ങൾ ഇന്നാൾ ഞങ്ങളുടെ ഒരു ഇതിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചപ്പോൾ അവിടെ ഒരു സ്റ്റാറ്റ് വന്നതാണ് കേട്ടോ. 67% ആൾക്കാരുടെയും പണം ഇപ്പം നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്നത് അവർക്ക് പ്രോപ്പർ നോളേജ്, ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്തത് കൊണ്ടാണ്, ഇലിറ്ററേറ്റ് ആയതുകൊണ്ടാണ്, സ്കാംസ് കൊണ്ടല്ല. സ്കാംസ് ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. ഒരു 1/3 മാത്രമേ സ്കാമുള്ളൂ. ഈ സ്കാം എങ്ങനെയാണ് നമ്മൾ നോക്കി കാണുന്നത് എന്നുള്ളത്. നമുക്കൊരു സ്കാമിൽ നമ്മൾ പോയി പെടുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയുണ്ട്, അത് ഞാൻ നഷ്ടപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് പ്രോപ്പർ അതിനെപ്പറ്റി നോളേജ് ഇല്ലാതെ. എന്താണ് സ്കാം, ഏതൊക്കെയാണ് സ്കാം? ഇപ്പോൾ ഒരാൾ പറയുക, ഇപ്പോൾ ഞാൻ താങ്കളോട് പറയുകയാണ്, 10 ലക്ഷം രൂപ എൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്തോ, ഞാൻ നാളെ തൊട്ട് പെർ ഡേ നിങ്ങൾക്ക് 5% വെച്ച് റിട്ടേൺ തരാം. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഒരൊറ്റ കാര്യം ചിന്തിക്കുക, ഹൗ ഇറ്റ് പോസിബിൾ? അതെ, മനസ്സിലായില്ലേ? ഹൗ ഇറ്റ് പോസിബിൾ എന്നില്ലെങ്കിൽ ഒന്ന് ചോദിക്കുക, ഹൗ ഇറ്റ് പോസിബിൾ, നിങ്ങളിത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു ദിവസം 5% വെച്ച് എനിക്ക് എങ്ങനെ പോട്ടെ, മാസം ഞാൻ നിങ്ങൾക്ക് 25% വെച്ച് തരാം. ഹൗ ഇറ്റ് പോസിബിൾ? അത് ചോദിക്കാനുള്ള കറേജ് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ സ്കാമിൽ പെടുന്നതിൻ്റെ കാര്യം. അതെ അതെ. ഫോണിൽ കൂടെയുള്ള സ്കാമുകൾ, നിങ്ങളുടെ OTP പറഞ്ഞതാ, അതിന് ഒരു OTP നമ്മൾ ഷെയർ ചെയ്യരുത് എന്നുള്ള ലിറ്ററസി പോലും നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. അല്ല, ഇതിൽ പെട്ടെന്ന് പണം ഉണ്ടാക്കുക എന്നുള്ളൊരു അതാണ് ഇതുകൂടിയുണ്ട്. ഗ്രീഡി, ഓവർ ഗ്രീഡിനെസ് വളരെ പ്രശ്നം. ആൾക്കാരുടെ വിചാരം പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടിപ്പിച്ചുകൊണ്ടിരിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള. ഇപ്പോൾ നമ്മൾ പല അഡ്വർടൈസ്മെൻറ്റ് കാണാറുണ്ട്, ഇത്ര നിക്ഷേപം കൊടുത്ത് ഇത്ര റിട്ടേൺ കിട്ടും, വർഷത്തിൽ ഇത്ര റിട്ടേൺ വരും, ആ രീതിയിലേക്ക്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ പറ്റി സംസാരിക്കുന്ന കേട്ട് ഞാനിത് പറയുന്ന കേൾക്കുന്ന എല്ലാവരും അക്കാര്യത്തിൽ ഉറപ്പിച്ചോളൂ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇൻഫ്ലുവൻസിങ്ങിൽ പെട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ ഒന്നും ഒരു കാര്യമില്ല. കാര്യമില്ല എന്നല്ല ഞാൻ പറയുന്നത്, വിത്ത് പ്രോപ്പർ ആൻസർ ഞാൻ തരാം. ഈ പറയുന്നവർ വെറുതെ അല്ലല്ലോ വീഡിയോ ചെയ്യുന്നത്. ഈ പറയുന്ന ബാക്കപ്പ് ഫണ്ടിങ് ഇവരെ ചെയ്തിട്ട് ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഇൻഫ്ലുവൻസിങ് മേഖല എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ. ഈ സോഷ്യൽ മീഡിയയിൽ കടന്ന് പലവരും ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇന്നയിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ, ഞാൻ കാശുണ്ടാക്കിയത് ഇങ്ങനെ, കുറേ റീൽസിൽ നമ്മൾ കാണുന്ന, ഞാൻ കാശുണ്ടാക്കിയത് പറഞ്ഞു തരാം, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു അതിൽ ഇൻവെസ്റ്റ് ചെയ്തു, അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് എന്ന് പറയും. BMW കാറിൽ വരുന്നതും കറങ്ങുന്നതും റീൽസുകൾ ഉണ്ടാക്കും. ഇമാതിരി സാധനങ്ങൾ ചെയ്യും. സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നു, ഫ്ലൈറ്റിലുള്ള ഇത് കറങ്ങുന്നു, അത് ഇതൊക്കെ.
ഇതിനൊക്കെ ഇവർ ഈ ട്രേഡ് ചെയ്തിട്ടോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടൊന്നും അല്ല, ഒരു 90%. ഇവരെ ബാക്കപ്പ് ചെയ്തത് പറയിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇതിൽ പലവരും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഇതിൽ പോയി വീഴുന്നത് മെയിൻലി. ഒരു 10% അപ്പോഴും ഉണ്ട് കേട്ടോ അവിടെ. ഐ ക്യാൻ ഈസിലി സേ സം നെയിംസ്, ഞാൻ അതിലേക്ക് വരുന്നില്ല. ഒരുപാട് പേരുണ്ട് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ്. ഒരു 10% വിത്ത് ക്ലാരിറ്റി തരും, പ്രോപ്പർ ക്ലാരിറ്റി ഉണ്ടാവും അവർ പറയുന്നതിൽ. ഞാനൊരു പേര് പറയുന്നുണ്ട്, കുഴപ്പമില്ല, ഷാരിഖ് ഷംസുദ്ദീൻ്റെ വീഡിയോസ്. ഷാരിഖൊക്കെ വളരെ പ്രോപ്പറായിട്ട് എന്തുകൊണ്ട് ഞാൻ ഈ സാധനം ഇങ്ങനെ പറയുന്നു ഇല്ലെങ്കിൽ ഇന്നത് എന്നുള്ള ക്ലാരിറ്റി തരുന്നുണ്ട്. ഇറ്റ്സ് എ പ്രോപ്പർ ക്ലാരിറ്റി. അത് വെച്ചിട്ട് നിങ്ങൾ ബാക്കി കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയേ, അവർ പറയുന്നതിൽ എന്താ ക്ലാരിറ്റികളാണ്. ഈ ഷോ ഓഫ് കണ്ടിട്ട് അതിൽ പോയി പെട്ടിട്ട് എനിക്കും അത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കരുത്. മണി മേക്കിംഗ് ഈസ് എന്താ പറയുക, മണി മേക്കിംഗ് ഈസ് ആൻ ആർട്ട്, ശരിയാണ്. ബട്ട് ആ ആർട്ടിസ്റ്റ് പ്രോപ്പർ വേയിലുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആർട്ട് കൊണ്ടൊരു ഉപകാരമില്ല. ഇപ്പോൾ അക്ഷയനെ സംബന്ധിച്ച് ഒത്തിരി ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സായിട്ട് നിരന്തരം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഇടപഴകുന്നുണ്ട്. അപ്പോൾ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ട്രേഡിങ്ങിലേക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വന്നൊരു തുടക്കക്കാരൻ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? കടം മേടിച്ചോ ഇല്ലെങ്കിൽ ലോൺ എടുത്തോ ഒന്നും ഇൻവെസ്റ്റ്മെൻറ്റോ ട്രേഡിങ്ങോ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് ഫസ്റ്റത്തെ കാര്യം. കാരണം നമുക്ക് കൂടുതൽ ബാധ്യതകൾ ഉണ്ടാക്കി വയ്ക്കും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇതിന് മുന്നേ നമ്മൾ സംസാരിച്ച ഒരു ടോപ്പിക് തന്നെയാണ്, ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് കേട്ട് ഇതാവരുത്. നിങ്ങൾ സ്വയം മനസ്സിലാക്കുക, സ്വയം ഒരു സെൽഫ് ഡിസിഷൻ ഉണ്ടാവുക. ഈവൻ ഞാൻ പറഞ്ഞു എന്ന് തന്നെ വിചാരിക്കുക, എന്നാൽ ആ സ്റ്റോക്കിൽ പോയി ഇൻവെസ്റ്റ് ചെയ്തോ കേട്ടോ, ഇല്ലെങ്കിൽ ഗോൾഡ് വാങ്ങിക്കോ, സിൽവർ വാങ്ങിക്കോ എന്ന് ഈവൻ ഞാൻ പറഞ്ഞാൽ പോലും നിങ്ങളതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാൻ നിങ്ങൾ 1% നിങ്ങളാവണം. 50% അയാൾ പറയുന്നത് കേട്ടോ, ഇനി ഇതിൻ്റെ ബിഹൈൻഡ് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നും കൂടി സ്വയം ഒന്ന് വിലയിരുത്തണം. അവൻ അങ്ങനെ പറഞ്ഞല്ലോ, അവൻ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ആളല്ലേ, അവൻ പറഞ്ഞത് കേട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം, ലാഭമായിരിക്കും. ഇതൊക്കെ വെറും തെറ്റാണ്. അപ്പോൾ അതിൽ വീഴാണ്ടിരിക്കുക. ഇനി മൂന്നാമത്തെ സാധനം, ഇത് ഏറ്റവും ആദ്യം പറയേണ്ടതായിരുന്നു, എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ്സോ ഇതോ ചെയ്യുന്നതിനേക്കാളും മുന്നേ പ്രോപ്പറായിട്ടുള്ളൊരു മെഡിക്കൽ ഇത് ഞാൻ പറയുന്നത് ഒരു അക്കാഡമി ഓണറായിട്ടല്ല കേട്ടോ പറയുന്നത്, കൺസൾട്ടൻറ്റിൻ്റെ സൈഡിൽ നിന്ന് പറയുന്ന. നിങ്ങൾ എന്ത് പരിപാടി ചെയ്യുന്ന മുമ്പ് നിങ്ങൾക്ക് നല്ലൊരു മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു വെക്കുക. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു ക്ലയൻറ്റ്, കൺസൾട്ടിങ്ങിന് വരുന്ന ഒരു ക്ലയൻറ്റ്, പുള്ളി എന്ത് ചെയ്താൽ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിട്ടില്ല, ആൾ അതിനെതിരാ, മെഡിക്കൽ ഇൻഷുറൻസിന് എഗെയിൻസ്റ്റാണ്. പുള്ളിക്ക് ഞാൻ അത്യാവശ്യം കുറച്ച് ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജീസ് വെച്ച് ആൾക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി കൊടുത്തു. ഒരു 30 ലക്ഷം രൂപയുടെ ക്യാപിറ്റലുമായിട്ട് വന്ന ഒരാൾ, പുള്ളി ഏകദേശം ഒരു 3 ഇയർ കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സുകളിൽ കൂടെ തന്നെ ഒരു 90 lakhs, ഓൾമോസ്റ്റ് 200% പ്രോഫിറ്റ് ആ ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി വെച്ച് ഉണ്ടാക്കിയ ആളാണ്. ആൾക്കൊരു കിഡ്നി ഫെയിലിയർ വന്നു. എന്ത് കാര്യം ഉണ്ടായി? ആളുടെ പോർട്ട്ഫോളിയോ മുഴുവൻ തകർന്ന ഒരൊറ്റ കിഡ്നി ഫെയിലാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചാർജ് അത് ഇപ്പോൾ എനിക്ക് അറിയാവുന്ന വെച്ചിട്ടാണ് ഞാൻ അറിയാവുന്ന ഒരു എക്സാമ്പിൾ പറയുന്നത്. പുള്ളിക്ക് ഓൾമോസ്റ്റ് ഒരു 60 ലക്ഷം 65 ലക്ഷം രൂപയുടെ എക്സ്പെൻസ് വന്നു. അപ്പോൾ എന്ത് കാര്യം ഉണ്ടായി പുള്ളി ഉണ്ടാക്കിയതുകൊണ്ട്? അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സോ ഇതൊക്കെ ചെയ്യുന്നതിനേക്കാളും പ്രോപ്പർ മെഡിക്കൽ ഇൻഷുറൻസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുക. ഇതിപ്പോൾ പറയുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടായിട്ടല്ല, ബട്ട് ഞാൻ എൻ്റെ ഈ ഒരു ചെറിയ ഒരു എക്സ്പീരിയൻസ് ടൈം പീരീഡിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് കേസസിലുള്ള ഒരു സാധനം. ഇത് ട്രേഡ് ചെയ്യുന്നവർ മാത്രമല്ല, നമ്മളിത് കാണുന്ന ആരും ആയിക്കോട്ടെ, നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ല, ആസ് എ ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. സ്റ്റാർക്സ് അക്കാഡമിയുടെ ഓണർ എന്നുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരാൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു വെച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ നല്ലപോലെ ബാധിക്കും. ഇനി ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കൊരു അസുഖം വന്നിട്ട് നിങ്ങൾ ചാടിക്കേറി ചെന്നാൽ കിട്ടുന്ന സാധനവും അല്ല ഈ പറയുന്നത്. അപ്പം നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു ഇൻഷുറൻസ് എടുക്കുക. ഇപ്പോഴും ഞാൻ ഈ പറയുന്നത് പലർക്കും ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവും, ഇവൻ ഇൻഷുറൻസ് എടുപ്പിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു കമ്പനിയുടെ പേര് പോലും പറഞ്ഞില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും കമ്പനിയുടെ നിങ്ങൾക്ക് ഗുണമുണ്ടെന്ന് തോന്നുന്ന നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു ഏജൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളൊരു ഇൻഷുറൻസ് എടുത്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്കോ ട്രേഡിങ്ങോ ഇനി ഏത് മേഖലയ്ക്കാണെങ്കിലും കടക്കുക. പിന്നെ എനിക്ക് വേറെ മെയിൻലി തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഓവർ ഗ്രീഡി ആവാണ്ടിരിക്കുക. ഇപ്പോൾ ഒരു മാസം ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചും ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചും രണ്ടും രണ്ടാട്ടോ. പലർക്കുള്ള തെറ്റിദ്ധാരണയാണ് ട്രേഡിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നാന്നുള്ളത്. പക്ഷേ രണ്ടും രണ്ട് എൻഡാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് മാസത്തിൽ ഒരു 1% പ്രോഫിറ്റ് കിട്ടിയാലും അവർ ഹാപ്പി ആയിരിക്കണം. അതായത് ആനുവലി 12%. നമുക്ക് ബാങ്കിൽ ഒരു FD ഇട്ട് കഴിഞ്ഞാൽ എത്ര ശതമാനം കിട്ടും? 6.5 അല്ലെങ്കിൽ 7. ഇനി ഏറ്റവും കൂടിയ ബാങ്കുകൾ തരുന്നതിന് 8.5 വരെ തരുന്ന ചെറിയ സ്മോൾ സ്കെയിലിംഗ് ബാങ്കുകളും ഉണ്ട്. അതുവരെ അത്രേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റായിട്ട് കാണുന്ന ഒരാൾ ഒറ്റ മാസം തന്നെ 25% 30% കിട്ടാം ഇല്ലെങ്കിൽ ഞാൻ തരാം എന്ന് പറയുന്നവരുടെ അടുത്തൊന്നും പോയിട്ട് തല വെക്കരുത്. അത് ഗ്രീഡിയായി നിങ്ങൾക്ക് തന്നെ പണി കിട്ടും. ഒരു 12% കിട്ടുന്ന എന്തെങ്കിലും ഒരു നിങ്ങൾ എന്താ പറയുക SIP ആയിട്ടോ ഇല്ലെങ്കിൽ ഒരു ലംസം എമൗണ്ട് ആയിട്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സോ സ്റ്റോക്സ് ബൈയിങ് സെല്ലിങ് എന്തും ആയിക്കോട്ടെ
ഒരു 12% കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തൃപ്തരായിരിക്കണം. അതെ അതെ ഇത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. ട്രേഡേഴ്സിനെ സംബന്ധിച്ച് പെർ മന്ത് ഒറ്റ മാസം കൊണ്ട് ഡബിൾ അടിക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് ട്രേഡിങ്ങിൽ. ഇപ്പോൾ F&O ഒക്കെ ചെയ്യുന്നവരെയൊക്കെ ഒരുപാട് പേരെ എൻ്റെ അടുത്ത് വരുന്നവരാണ് കൂടുതൽ. F&O ചെയ്യുന്ന ആൾക്കാർ, ഫോറക്സ് മാർക്കറ്റ് ട്രേഡേഴ്സ്, ക്രിപ്റ്റോ ട്രേഡേഴ്സ്, ഇവരൊക്കെ എൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിന് വരുന്നവരാണ് ആ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ ഇപ്പോൾ ഇവരൊക്കെ ഓൾറെഡി ഇവരുടെ പോർട്ട്ഫോളിയോയിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, ഒരു $1,000 ക്യാപിറ്റൽ ഉണ്ടെന്ന് വിചാരിച്ചോ മാർക്കറ്റിൽ. ആ $1,000 ഇവർ ഒറ്റ ദിവസം കൊണ്ട് $2,000 ആക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് ദർ ഷുഡ് ബി എ കൺസിസ്റ്റൻസി. 1000-നെ 2000 ആക്കാൻ പറ്റും മാർക്കറ്റിൽ, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പലരും പറയുന്നതാണല്ലോ ഒറ്റ രാത്രി കൊണ്ട് ഇരട്ടിപ്പിക്കാൻ പറ്റും. ബട്ട് ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ 2000 ഉണ്ടാക്കിയത് പിറ്റേ ദിവസം വാഷ് ഔട്ട് ആവുമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്നതിൽ തൃപ്തരാവാതെ കൂടുതൽ ആക്രാന്തം കാണിക്കുക എന്നുള്ള സാധനം ഒഴിവാക്കുക. ഒരു ട്രേഡേഴ്സിനെ ഞാൻ അതിൻ്റെ ഒരു റേഷ്യോ പറഞ്ഞുതരാം. ഒരു ട്രേഡേഴ്സിനെ സംബന്ധിച്ച് 3 to 5% പെർ മന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പി ആയിരിക്കണം. 5% പെർ മന്ത് എന്ന് പറയുമ്പോൾ ഇൻറ്റു 12 മാസം എന്ന് പറയുമ്പോൾ 60% ലാഭം കിട്ടി. ദാറ്റ്സ് ഒരു ട്രേഡിംഗ് മേഖലയെ സംബന്ധിച്ച് പോസിബിളാണ്. കാരണം അതിന് റീസൺസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പറയുന്നതിൽ നമുക്ക് ക്ലാരിറ്റി വേണം. ലെവറേജ് സിസ്റ്റം യൂസ് ചെയ്ത് 1:2 റിവാർഡ് റേഷ്യോ അല്ലെങ്കിൽ 1:3 റിവാർഡ് റേഷ്യോ, പ്രോപ്പർ SL, TP ഇതൊക്കെ യൂസ് ചെയ്ത് ഇവർ ട്രേഡിങ് അവർക്ക് ഇത് പോസിബിളാണ്. ഇനി ഇതൊക്കെ ഇല്ലാതെ ട്രേഡ്, ഇപ്പോൾ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഞാൻ എസ്പെഷ്യലി എടുത്തു തരാം. ട്രേഡിങ് ചെയ്യുമ്പോൾ പ്രോപ്പർ SL, TP സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യുക. ഒരു പ്രോപ്പറായിട്ടുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ നിങ്ങൾക്ക് ഉണ്ടാവണം. 1:2 അല്ലെങ്കിൽ 1:3 എന്നൊക്കെ പറയുന്ന കുറച്ച് ടെക്നിക്കലി കുറച്ച് സാധനങ്ങളുണ്ട്. അത് കീപ്പ് ചെയ്യുക. ഒരു ട്രേഡിൽ ഞാൻ ഇത്ര ശതമാനം വരെ ലോസിൽ പോകാൻ പറ്റും എന്നുള്ള മെൻ്റലി സൈക്കോളജി ഉണ്ടായിരിക്കണം. അല്ലാണ്ട് ഇമോഷൻസിന് അടിമപ്പെട്ട് പോകരുത്. അത് എന്നുള്ള ഫിനാൻഷ്യൽ ഇമോഷൻസിന് അടിമപ്പെട്ട് പോകരുത് എന്നുള്ളതും വേറൊരു കാര്യം. അല്ല, ഇതിപ്പോൾ അക്ഷയ് ഇപ്പോൾ ഒരു 1000-2000 ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ചോദിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ് ഇപ്പോൾ അഖിൽമാരൊരു പ്രസ് മീറ്റിൽ പറയുണ്ടായിരുന്നു, ഇപ്പോൾ പുള്ളിയുടെ ഒരു കൂട്ടുകാരൻ 2 ലക്ഷം ഇട്ടിട്ട് പിറ്റേ ദിവസം 70-60 ലക്ഷം ഉണ്ടാക്കിയെന്നൊക്കെ. ശരിക്കും അത് പോസിബിൾ ആണോ? സോഷ്യൽ മീഡിയയിൽ നല്ല ഇൻഫ്ലുവൻസിങ് ഉള്ള ആളാണ് അഖിൽമാരാർ. ഒരു സൈഡിൽ നോക്കിയാൽ ഇറ്റ്സ് പോസിബിൾ. ഐ ക്യാൻ ഈസിലി സേ ഇറ്റ്സ് പോസിബിൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മാർക്കറ്റ് $1000, $2000, $10000 ഇപ്പം എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്. ഞാൻ വിസിബിളി കണ്ടിട്ടുള്ളൊരു സാധനമാണ് ഞാൻ പറയുന്നത്. $1000, അതായത് 95,000, 1 ലക്ഷം എന്ന് കൂട്ടിക്കോ. 1 ലക്ഷം രൂപ 30 ലക്ഷമോ 40 ലക്ഷമോ ആക്കി മാറ്റുന്ന ആൾക്കാരെ ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. ഞാനത് അഖിൽമാരാർ പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്ത് പറയുമല്ല. ഇനി ഇതിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെക്കൻഡ് സൈഡ് ഞാൻ പറഞ്ഞുതരാം. ഇൻഫ്ലുവൻസിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അഖിൽമാരാർ അത് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ എനിക്കതിനോട് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അല്ല, ഇത് പത്രക്കാരോടൊരു പറഞ്ഞതാണ്, അത് കാഷ്വലി പറഞ്ഞതാണ്. ഞാനും അത് തന്നെയാട്ടോ ഞാനും പറയുന്നത്. ബട്ട് ഒരു ഇൻഫ്ലുവൻസിങ് എന്നുള്ള രീതിയിൽ അത് പറയുമ്പോൾ അത് ചെറിയൊരു വിഷയമാണ്. അഖിൽമാരാരെ പോലെ ഒരാളത് പറയുമ്പോൾ 2 ലക്ഷം തൊട്ട് 60 ലക്ഷം ആക്കാൻ പറ്റും എന്നുള്ളത് അഖിൽമാരാരെ അത് പറയുമ്പോൾ അതിൽ ആൾക്കാർ ഇൻഫ്ലുവൻസ്ഡ് ആവും. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സിൽ വീഴരുതെന്ന് പറയുന്ന ഒരു കാര്യം. ബട്ട് ഞാൻ 100% ഉറപ്പ് പറയും, ഞാൻ കോൺട്രവേഴ്സീസ് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് ക്ലാരിറ്റി തരുന്നത്. ഇപ്പോൾ നമ്മൾ ഒത്തിരി പേരെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്കൊരു കൺസൾട്ടൻസി അല്ലെങ്കിൽ കൺസൾട്ടിങ് നിങ്ങളുടെ വേണം. അപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? സാധാരണ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? നമ്മുടെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് നടക്കണം. നമ്മൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നടത്തിയെടുക്കുക, റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. ഞാൻ പറഞ്ഞുതരാം. സാധാരണ ഒരു കോമൺലി ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നു, ചോദിക്കുന്നു, കാര്യങ്ങൾ പറയുന്നു, സെഷൻസ്. എനിക്ക് ഇത്തിരി വ്യത്യസ്തമായ രീതി ഉണ്ട്. കാരണം എൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിന് ഒരാൾ വരുമ്പോൾ ഞാൻ അവരോട് പറയും, മിനിമം ഒരു 4 hours എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പാകത്തിന് വേണം വരാൻ. കാരണം എൻ്റെ കൺസൾട്ടിങ് രീതി എന്ന് പറഞ്ഞാൽ ഇത്തിരി ഡീറ്റെയിൽഡാണ്, ഇൻഡെപ്ത് ഡീറ്റെയിൽഡാണ്. ഞാൻ ഒരു ദിവസം 2 സെഷൻസ് അപ്പോയിൻമെൻറ്റ് എടുക്കുകയുള്ളൂ. എൻ്റെ 2 സെഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തൊരു 10 മണി തൊട്ട് 2 മണി വരെയാണ് എൻ്റെ ഒരു ടൈം സ്ലോട്ട് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഈവനിങ് 3 to 7 ഇങ്ങനെ 2 സ്ലോട്ട് എനിക്ക് ഒരു ദിവസം കൺസൾട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് ഒരാളെ കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഇൻഡെപ്ത് അറിയണം, അയാളുടെ വരവ് അറിയണം, ചിലവ് അറിയണം. 100% ഇത് പ്രൈവസി റൂമിൽ ഇരുന്നിട്ടാണ് കൺസൾട്ടിങ്, അല്ലാണ്ട് ഓപ്പൺ കൺസൾട്ടിങ് ഇല്ല. ഞാനും ആളും തമ്മിലുള്ള ഓപ്പൺ ടോക്സ് ആണ്. ഈ വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയരുത് എന്ന് പറയുന്ന പോലെ തന്നെ ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് ഓപ്പൺ ആയെങ്കിലേ എനിക്കും അതനുസരിച്ച് ആളെ പ്ലാൻ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം എക്സാമ്പിൾ സിമ്പിളി പറയാം, ബാറിൽ നല്ല കാശ് ചിലവാക്കുന്ന ആൾക്കാരുണ്ടാവും, സ്പായിൽ പോയി കാശ് കളയുന്ന ആൾക്കാരുണ്ടാവും, വേറെ കുൽസിത പരിപാടികളുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ ഇത് ഓപ്പണായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞെങ്കിലേ എനിക്ക് അത് ഇവരെ മാറ്റിയെടുക്കുക. കൈൻഡ് ഓഫ് സൈക്കോളജിക്കൽ ഫിനാൻഷ്യൽ പ്ലാനിങ്സോടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് ഇവരെ പ്ലാൻ ചെയ്ത് ഇതാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്ന ഒരാൾ, ഞാൻ കൺസൾട്ട് ചെയ്യുന്നതിന് സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ്, ഞാനൊരു ദിവസം 10 സിഗരറ്റ് വലിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തൊട്ട് സിഗരറ്റ് വലി നിർത്തിക്കോട്ടെ
ഇല്ലെങ്കിൽ മദ്യപിക്കുന്ന ആൾ മദ്യം നിർത്തിക്കോട്ടോ. ഇത് പറഞ്ഞിട്ടല്ല ഞാൻ കൺസൾട്ട് ചെയ്യുക. ഇതും കൂടിയും വെച്ചിട്ട് നിങ്ങളുടെ ഒരു ശീലിച്ചു വന്ന ഒരു ഇത് നിങ്ങൾ മാറ്റണ്ട. കൺട്രോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക. അല്ലാതെ ഇതൊക്കെ കട്ട് ചെയ്യിപ്പിക്കാൻ വളരെ ഈസി അല്ലേ. അതിനൊരു കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് വരേണ്ട കാര്യമില്ലല്ലോ. മദ്യം ഇപ്പോൾ ഡെയിലി ഒരു 1000 രൂപയ്ക്ക് ബാറിൽ പോകുന്ന ഒരാൾ, സ്പെൻഡ് ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട. 1000 രൂപ നിർത്തിക്കഴിഞ്ഞാൽ, ബാറിൽ സ്പെൻഡ് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ മാസം 30,000 SIP ഇടാനുള്ള കാശായി. അതിനൊരു കൺസൾട്ടൻ്റ് ആവശ്യം. ഇതൊക്കെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ജീവിത രീതിയും ഇതൊക്കെ വെച്ചിട്ടാണ്. പിന്നെ കൺസൾട്ടിങ്ങിൽ വരുമ്പോൾ മെയിൻ 1-2 ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഈ കൺസൾട്ടിങ്ങിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, എൻ്റെ ഫ്രണ്ടിൽ ആൾ വന്നിരുന്നാൽ ആളുടെ വരവ് ചെലവ് ഞാൻ ആദ്യം എടുക്കും. അത് ടാലി ചെയ്ത് ബാലൻസ്ഡ് ആക്കും ഫസ്റ്റ്. അത് ചെയ്യുമ്പോൾ തന്നെ ഈ പറയുന്ന പുള്ളിക്ക് ഇതൊന്നും നോക്കിയിട്ടുണ്ടാവില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇയാളുടെ കയ്യിൽ ഇരിക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് ഏത് സോഴ്സിലുള്ളതാണെന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ സാലറി സ്കീമിൽ കൂടെ ഉള്ള ഇതായിരിക്കാം. ബിസിനസ് മാൻ ആണെങ്കിൽ അയാൾക്ക് ഇന്നതായിരിക്കാം. ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി കൈമാറി വന്ന് അതിൻ്റെ ഒരു ഇത് വീതം കൈ വന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇനി അതല്ലെങ്കിൽ വേറെ ഏത് രീതിയിൽ കൂടെ വന്ന ഫണ്ടാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഞാനൊരു എടുക്കും, ഡീറ്റെയിൽ എടുക്കും. ഒരു ഫാമിലി ട്രീ ഞാനവിടെ ബിൽഡ് ചെയ്യും. കാരണം ഈ വരുന്ന വ്യക്തിനെ മാത്രം എനിക്ക് അറിഞ്ഞാൽ പോരാ. ആളെ ഡിപ്പെൻഡൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലും ഫിനാൻഷ്യൽ രീതിയും ഞാൻ അവിടെ നിന്ന് സൈക്കോളജിക്കലി എടുക്കും. ഭാര്യയ്ക്ക് ജോലിയുണ്ടോ, മക്കളുടെ സ്കൂളിംഗ് ഫീസ്, ഇനി മകൾക്ക് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എത്ര വയസ്സുണ്ട്, 18 ആവണമെന്നുണ്ടെങ്കിൽ എത്ര വർഷം പിടിക്കും, അപ്പോഴത്തേക്ക് എന്താണ് നീക്കിയിരിക്കുന്നത്, അപ്പോഴേക്ക് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്, ഇതനുസരിച്ചുള്ള ഒരു ലോങ് ടൈം പ്ലാനിങ് ആണ് ഞാൻ എപ്പോഴും ബിൽഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വരുന്നൊരു സാധനമാണ് എന്താണ് അവർക്ക് ആവശ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞ പോലെ ഒരേപോലെ മരുന്ന് എഴുതി കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പോൾ താങ്കൾ എൻ്റെ അടുത്ത് വരുന്നത് എൻ്റെ മകൾക്ക് കല്യാണം 10 കൊല്ലം കഴിയുമ്പോൾ കല്യാണമാണ്, അപ്പോഴേക്കും എനിക്ക് ഇത്ര പൈസയുടെ ആവശ്യമുണ്ട് എന്നുള്ള പ്ലാനിങ്ങിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ട സ്ട്രാറ്റജി ആയിരിക്കും ബിൽഡ് ചെയ്യുന്നത്. വേറൊരാൾ വന്നിട്ട് എനിക്ക് ഇത്ര എമൗണ്ട് കയ്യിലുണ്ട്, ഇത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല, ഇത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, മാസം ഏകദേശം ഇത്രയൊക്കെ കിട്ടിയാൽ മതി സേഫായിട്ട് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഗോള് സെറ്റ് ചെയ്യും അവർക്ക്. ആ ഒരു ട്രീ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഫാമിലിയുടെ ട്രീ ബിൽഡ് ചെയ്യും, ഇൻകം ട്രീ ബിൽഡ് ചെയ്യും. അച്ഛൻ്റെ, അപ്പൂപ്പൻ്റെ, അമ്മൂമ്മയുടെ വരെ ചിലപ്പോൾ എടുക്കേണ്ടി വരും നമുക്ക്. എന്നിട്ടാണ് നമ്മൾ ഈ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുന്നത്. എന്നിട്ട് അവരുടെ കൂടെ നമ്മൾ ഒരുമിച്ചാണ് പിന്നെ ആ ജേണി. ഒരാൾ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒറ്റ സെഷനിൽ ഇരുന്ന് 4 മണിക്കൂർ ഇരുന്ന് പോകില്ല. 4 മണിക്കൂറിന് ഞങ്ങൾ പറയുന്നത്, ടെക്നിക്കലി പറയുന്നത് ഫിനാൻഷ്യൽ ഡയഗ്നോസിംഗ് എന്നാണ്. ഹെൽത്ത് ചെക്കപ്പിന് നമ്മൾ പോയാൽ എങ്ങനെയാണ്, ഒരു ഫുൾ ബോഡി ചെക്കപ്പ് എടുക്കാൻ പോയാൽ കാലത്ത് ലാബിൽ ചെന്ന് കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് എടുക്കുന്ന തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇത് ഇതേപോലെ നമ്മൾ ഫിനാൻഷ്യൽ ഡയഗ്നോസിങ് ചെയ്യും, ഫിനാൻഷ്യൽ റിപ്പോർട്ട് ചെയ്യും, എടുക്കും നമ്മളതിന്. എന്നിട്ടാണ് അതിനുള്ള മരുന്നുകൾ കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ ചിലവരുടെ കേസിൽ 3 മാസം കൊണ്ട് ശരിയാവുന്ന ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കും. ചിലവരത് 6 മാസം കൊണ്ടാകുന്നത്, ചിലവർ 1 വർഷം കൊണ്ടായിരിക്കും, ചിലവർക്ക് ഇമ്മീഡിയറ്റ്. അത് ഞാൻ പറഞ്ഞുതരാം. ചിലവർ വന്നിരുന്ന കൺസൾട്ടേഷൻ എടുത്ത് പോയി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ വിത്തിൻ 1 hour ഞാൻ എനിക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കേസസ് ഉണ്ട്. ഇനി എന്തൊക്കെയാണ് സ്റ്റാറെക്സിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്? നമ്മൾ കാലിക്കട്ടും ദുബായും നമ്മുടെ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. കാലിക്കട്ട് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ടിംഗ് ആണ്. ഒരു 6 months to 1 year ഇടയിൽ നമ്മൾ ദുബായും പ്ലാനിങ്ങിലാണ്. ഫിനാൻഷ്യൽ ലിറ്ററസി എത്തിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അതാണ് ഞങ്ങളുടെ ഒരു ടാർഗറ്റ് പോയിന്റ്. അതാണ് ഒരു 2 year ടാർഗറ്റ് ഞങ്ങൾക്ക് ഉണ്ട് കമ്പനിക്ക് ഓൾറെഡി. ആ 2 year ടാർഗറ്റിൽ ഞങ്ങൾ ജാനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 2028 ജാനുവരിയിലേക്ക് ഞങ്ങളൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു 1% ആൾക്കാരെങ്കിലും ഫിനാൻഷ്യലി ലിറ്ററസി അവരുടെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൂടുതൽ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ്. അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നല്ലത്. ഞങ്ങളിപ്പോൾ MBA പഠിച്ചുകൊണ്ടിരിക്കുന്ന, BBA പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇല്ലെങ്കിൽ ഫിനാൻഷ്യൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, അത് മാത്രമായിട്ട് ഒതുക്കുകയല്ല കേട്ടോ. ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സ്റ്റുഡൻറ്റ് ഒക്കെ നമുക്കൊരു ഫിനാൻഷ്യൽ ലിറ്ററസി വേണം. അപ്പോൾ ഞങ്ങൾ കൂടുതൽ അങ്ങനെയുള്ളവരിലേക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി എത്തിക്കുക. എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച്, MBA പഠിക്കുന്ന സ്റ്റുഡൻസ് ഇൻഷുറൻസ് എടുക്കണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഇപ്പോഴും അവയർനെസ് ഇല്ല. എന്തൊക്കെയാണ് നാട്ടിൽ നടക്കുന്ന സ്കാംസ് എന്നുള്ളതിനെ പറ്റി അവർക്ക് ഇതില്ല. ഈ ആൾക്കാർ പറയുന്നത് കേട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ആ കോയിൻ ഈ കോയിൻ അതിലൊക്കെ പെട്ട് പിള്ളേരുകൾ ഇഷ്ടം പോലെ കാശ് പോകുന്നുണ്ട്. അത് ഒഴിവാക്കുക. അപ്പോൾ ഇതിനെ പറ്റിയുള്ള അവയർനെസ്സുകൾ എത്തിക്കുക. എന്തൊക്കെയാണ് അവർ ഭാവിയിലേക്ക് വരുമ്പോൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 ഏജ് ടു 35 ഏജിൻ്റെ ഇടയിലാണ് നമ്മുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ഫുൾഫിൽ ആവേണ്ടത്. 30 to 35 ഫിനാൻഷ്യൽ ലിറ്ററസി ഫുൾഫിൽ ആവേണ്ടത്. എങ്കിലേ ഒരു 35 to 40 ഇടയിൽ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ദ ഏജ് ഓഫ് ഇൻ ബിറ്റ്വീൻ 20 to 25 ഇത് സ്റ്റാർട്ട് ചെയ്താലേ ഒരു 30 ഏജ് ആകുമ്പോഴേക്കും നമ്മുടെ ഫിനാൻഷ്യൽ ലിറ്ററസി കിട്ടുള്ളൂ. അക്ഷയ് പറഞ്ഞ പോലെ തന്നെ അക്ഷയുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രയാണത്തിലാണ്.
അത് ഉടനെ തന്നെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.